DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ കുടുംബവും വർഷം തോറും രോഗങ്ങൾക്കും ചികിത്സകൾക്കുമായി ചിലവഴിക്കുന്ന തുക വർഷം തോറും കൂടിക്കൂടി വരികയാണ്. മരുന്നുകൾക്ക് മാത്രമല്ല, ആശുപത്രികളിലെ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളുടെയും ചിലവുകളും ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു. കുടുംബത്തിന് മൊത്തമായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നത് ഉയർന്ന പ്രീമിയം, പ്രത്യേകിച്ചും പ്രായമായവർ വീട്ടിലുണ്ടാകുന്നത് മൂലം സാധാരണക്കാർക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഈയൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് കുടുംബ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകുന്നത്. ഇതുവഴി ഒരു കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സ ഈ പദ്ധതിയുമായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സർക്കാർ ആശുപത്രികൾ, സഹകരണ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ചു വരുന്നുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കുന്നത്. അതായത് 5 ലക്ഷം രൂപയുടെ കുടുംബ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയുടെ ഇൻഷുറൻസ് പ്രീമിയം കേന്ദ്രവും കേരളവും തമ്മിൽ പങ്കിടുന്ന രീതിയിലാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. പദ്ധതിയിൽ അംഗങ്ങളായ കുടുംബങ്ങൾ 1 രൂപ പോലും പ്രീമിയം അടയ്ക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ വരുമാന പരിധിയൊന്നും നോക്കാതെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ വയവന്ദന പദ്ധതി കൂടി നിലവിലുള്ള സ്കീമുമായി ചേർത്തത്. ഇതനുസരിച്ച് APL വിഭാഗത്തിൽപ്പെടുന്ന 70 വയസ്സ് കഴിഞ്ഞ ഒട്ടേറെ പേർ ആയുഷ്മാൻ ഭാരതിന്റെ വയവന്ദന കാർഡ് എടുത്തുവെങ്കിലും അവർക്കൊന്നും ചികിത്സാനുകൂല്യം ഇതുവരെ ലഭിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിലവിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ, അതായത് കാസ്പിൽ, 70 വയസ്സ് കഴിഞ്ഞവരുൾപ്പെടെ അർഹരായ കുടുംബങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ശുപാർശയിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ തൽക്കാലം നിലവിലുള്ളവർക്ക് മാത്രം ചികിത്സ നൽകി മുന്നോട്ടു പോകുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര സഹായം കൂടി ഉൾപ്പെടുത്തി 2018 സംസ്ഥാനം കാസ്പ് ആരംഭിച്ചത്. അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡ്, PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള 41.99 ലക്ഷം കുടുംബങ്ങളെ ഇതിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. പദ്ധതി ആരംഭിച്ച് 7 വർഷം കഴിയുമ്പോഴും പുതുതായി ഒരു കുടുംബത്തെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. 2018 മുതൽ ഒരു കുടുംബത്തിന് 1052 രൂപയാണ് വാർഷിക പ്രീമിയമായി കേന്ദ്രം നിശ്ചയിച്ചത്. കേന്ദ്രം നിശ്ചയിച്ച പ്രീമിയം വർദ്ധിപ്പിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നിരാകരിക്കുകയായിരുന്നു. പദ്ധതിയിൽ 42 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ടെങ്കിലും 24 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 60% തുക മാത്രമേ കേന്ദ്രം നൽകുന്നുള്ളൂ. ബാക്കിയുള്ള 40% പ്രീമിയം കേരളമാണ് നൽകുന്നത്. ഇതിനു പുറമെ കേന്ദ്രം വിഹിതം നൽകാത്ത പദ്ധതിയിൽ ശേഷിക്കുന്ന 18 ലക്ഷം കുടുംബങ്ങളുടെ പ്രീമിയം പൂർണ്ണമായും കേരളമാണ് നൽകുന്നത്. കേന്ദ്ര സഹായം നൽകുന്ന കുടുംബങ്ങളുടെ എണ്ണത്തിൽ വർധന വരുത്താൻ അനുമതി ലഭിക്കില്ല. പുതിയ കുടുംബങ്ങളെ ചേർത്താൽ കേരളം പൂർണ്ണമായും പ്രീമിയം നൽകുന്ന പട്ടികയിൽ പെടുത്തേണ്ടി വരും. അപ്പോഴുണ്ടാകുന്ന അധിക ബാധ്യത ഏറ്റെടുക്കുവാൻ നിലവിൽ സംസ്ഥാന സർക്കാരും തയ്യാറല്ല. ഇതിനിടയിലാണ് ആയുഷ്മാൻ കാരുണ്യ പദ്ധതിയുടെ നേട്ടം ഒറ്റയ്ക്ക് സ്വന്തമാക്കുവാൻ കേന്ദ്രം ശ്രമിക്കുന്നെന്ന കേരളത്തിന്റെ പരാതിയും ഉയർന്നിരിക്കുന്നത്. പദ്ധതി വഴി ചികിത്സാ സഹായം ലഭിക്കുന്ന അംഗങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ പദ്ധതിയിൽ നിന്ന് SMS ലഭിക്കും. കേന്ദ്രമാണ് മുഴുവൻ തുകയും നൽകിയതെന്ന മട്ടിലാണ് സന്ദേശം. ഇതോടെ തങ്ങളുടെ ചികിത്സാ ചിലവ് മുഴുവൻ കേന്ദ്രം വഹിക്കുന്നുവെന്നാണ് ജനം തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ 1052 രൂപ പ്രീമിയത്തിന്റെ 60% തുക ഇനത്തിൽ മൊത്തം 151 കോടി രൂപ മാത്രമേ കേന്ദ്രം ചിലവഴിക്കുന്നുള്ളൂ. കേരളം 1500 കോടി രൂപ വർഷം ചിലവഴിക്കുന്നു. എന്നിട്ടും പദ്ധതിയുടെ നേട്ടം കേന്ദ്രം സ്വന്തമാക്കുന്നുവെന്നാണ് കേരളത്തിന്റെ പ്രധാന പരാതി. വരുമാന പരിധി നോക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ വയവന്ദന പദ്ധതിയിൽ പ്രീമിയം 3250 രൂപയാക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ ഈ ആവശ്യത്തോട് തമിഴ്നാടും കർണാടകയും പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയും ചെയ്തു. ഇരു സംസ്ഥാനങ്ങളും ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കാസ്പിന്റെ പ്രീമിയമായ 1052 രൂപ വയവന്ദനയ്ക്കും ഏർപ്പെടുത്താമെന്നും അതിന്റെ 60% നൽകാമെന്നുമാണ് കേന്ദ്രം പറയുന്നത്. പ്രീമിയം വർദ്ധിപ്പിക്കുന്നതുവരെ വയവന്ദന നടപ്പിലാക്കില്ലെന്നാണ് കേരളത്തെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനങ്ങളുടെയും തീരുമാനം. അതുകൊണ്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും 70 കഴിഞ്ഞ എല്ലാവർക്കും നമ്മുടെ സംസ്ഥാനത്ത് ഈ സൗജന്യ ചികിത്സ ഇതുവരെ ലഭ്യമാകാത്തത്. വരും നാളുകളിൽ സർക്കാർ തീരുമാനങ്ങളിൽ മാറ്റം വന്ന് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. പലരും ഇപ്പോഴും വയവന്ദന കാർഡിൽ എന്തുകൊണ്ട് ചികിത്സ ലഭിക്കുന്നില്ലെന്ന് അറിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.